ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഡൽഹിയിലാണ്. കുത്തബ് മിനാർ കാണാനായിട്ട് പോകാം കേട്ടോ. ഞങ്ങളൊരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ കുറച്ച് സമയം കിട്ടിയപ്പം ഞങ്ങളെന്നാൽ കുത്തബ് മിനാർ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടുന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്തു. താമസിച്ച ഹോട്ടലിൽ തന്നെയാണ് ടാക്സി ബുക്ക് ചെയ്തത്. അവിടുന്ന് ഞങ്ങൾ ടാക്സി എടുത്തു. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ വണ്ടി ഓടിച്ച് കുത്തിക്കയറ്റിയൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഈ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. ഈ വഴികളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ സുഖകരമായിട്ട് യാത്ര ചെയ്യാമെന്ന് തുടക്കത്തിൽ തന്നെ തോന്നിപ്പോയി. അതൊക്കെ പോട്ടെ, എന്തു തന്നെയാണെങ്കിലും ഇന്ന് കാണാൻ പോകുന്ന കാഴ്ച വേറൊന്നുമല്ല, ആദ്യം പറഞ്ഞ പോലെ കുത്തബ് മിനാറാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. ഒരിക്കൽ കൂടെ ഇന്ത്യൻ പിക്ചറിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാഫിക്കിൽ കുറേ നേരം കിടന്നപ്പോൾ ഞങ്ങളുടെ ക്യാബ് ഡ്രൈവറിന് അത് ഒട്ടും രസിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹം പല വഴികളും നോക്കുന്നുണ്ട് ഇവിടെ നിന്ന് മുൻപോട്ടൊന്ന് കയറി ചെല്ലാനായിട്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് ചെന്ന് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, പാർക്കിംഗ് കണ്ടില്ലേ. ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങ് ഡൽഹി ചെന്നപ്പം അങ്ങ് കേന്ദ്രത്തിലോട്ടൊന്ന് വിളിച്ചാൽ തന്നെയും പ്രശ്നം ഇതാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായി. പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും ദൂരെ ഇരുന്ന് കാണുന്നതല്ല അടുത്തിറങ്ങി കാണുമ്പോൾ പലപ്പോഴും മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് പലരും പറയുന്നത് ട്രാവലിംഗ് ഈസ് ദ ബെസ്റ്റ് തിങ് എവർ വി നീഡ് ടു ഡു ടു അണ്ടർസ്റ്റാൻഡ് ഓർ എക്സ്പീരിയൻസ് ദ ഗ്ലോബ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ദ വേൾഡ് എന്ന് പറയുന്നത്. നേരിട്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം നല്ല രീതിയിലാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഫാക്ട്സ് എന്താണെന്നും പോസിറ്റീവ് ഫാക്ട്സ് എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. കാണുന്ന കാഴ്ചകൾ ക്യാമറയിൽ പകർത്തുന്നു എന്ന് മാത്രം. കുത്തബ് മിനാറിൻ്റെ അടുത്ത് കുത്തബ് റെസ്റ്റോറൻറ്റ് എന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയാണ്. നല്ല അപ്പവും സ്റ്റൂവും ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഒരുമിച്ച് കഴിച്ച് ഞങ്ങൾ കുത്തബ് മിനാറിലേക്ക് കയറി. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. ഇവിടെ ഇന്ത്യൻ ടൂറിസ്റ്റിന് ഒരു ലൈനും ഫോറിൻ ടൂറിസ്റ്റേഴ്സിന് തൊട്ടപ്പുറത്തുള്ള ലൈനും ഒക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവർക്ക് സെപ്പറേറ്റ് പ്രൈസാണ്, നമുക്കും സെപ്പറേറ്റ് പ്രൈസാണ്. ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്കുള്ള ക്യാഷായിട്ടാണെങ്കിൽ 40 പെർ പേഴ്സണും ATM ഓർ ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 35 പെർ പേഴ്സണുമാണ്. അതെന്ത് കാൽക്കുലേഷനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ എൻട്രിയിലേക്ക് വന്നു. കയറുമ്പോൾ തന്നെ ഒരു നല്ല കവാടം നമുക്ക് കാണാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ക്യാമറയുടെ സ്റ്റാൻഡൊന്നും അലൗഡ് അല്ല. നമുക്ക് ക്യാമറ മാത്രമേ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. സ്റ്റിക്കോ അങ്ങനെ ഒന്നും തന്നെ അലൗഡ് അല്ല. ട്രൈപോഡ്സോ അങ്ങനെയൊന്നും അലൗഡ് അല്ല. അതുകൊണ്ടും നമ്മൾ ആരും അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കില്ല അവർ. എൻ്റെ ഗോപ്രോയ്ക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡ് അതൊരു ബാറ്ററി കണക്റ്റഡ് ആണെന്ന് പറഞ്ഞപ്പോൾ പോലും അത് സ്റ്റാൻഡാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇത് നേരെയും പോവാം, നമുക്കെന്നാൽ കറക്റ്റ് റൂട്ടിൽ 1 by 1 ആയിട്ട് കണ്ടു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും പോകാം കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ശിലകം അല്ലെങ്കിൽ ഒരു കല്ലിൽ അതിൻ്റെ ഡയറക്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കി വേണമെങ്കിൽ യാത്ര ചെയ്യാം. ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കുത്തബ് മിനാറിൻ്റെ ഹോൾ മാപ്പ് നമ്മുടെ ഫോണിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ഡീറ്റെയിൽസ് ഹിസ്റ്ററിയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക് കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം മോസ്ക് നമുക്കും കുത്തബ് മിനാറും നമുക്ക് കാണാനും കഴിയും. റൈറ്റ് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോംബും അല്ലെങ്കിൽ അൽ മിനാറും കാണാനായിട്ടുള്ള ഓപ്ഷൻസാണ്. ഇതെങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇന്ന ഡയറക്ഷനിൽ പോകണം എന്നൊന്നും ഇവിടെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. സോ ഞങ്ങൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുകയാണ്. ഇനിയും ഇതിൻ്റെ ചരിത്രം പറയാം. ചരിത്രം ഇത്ര മാത്രം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ്. ഡൽഹിയിലെ പ്രകാശമാനമായ കുത്തബ് മിനാർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇഷ്ടിക മിനാറുകളിൽ ഒന്നായ ഈ സ്മാരകമാണ്. ഇത് വെറും ഒരു നിരീക്ഷണ ഗോപുരമല്ല കേട്ടോ. ഇന്ത്യയുടെ രാഷ്ട്രീയ മത നിലവാര, കലാസൗന്ദര്യം എന്നിവയുടെ സാക്ഷ്യവുമാണ് ഈ കുത്തബ് മിനാർ എന്ന് പറയുന്നത്. കുത്തബ് മിനാർ നിർമ്മാണം ആരംഭിച്ചത് 1192 ഡൽഹി സുൽത്താനത്ത് സ്ഥാപിച്ച ഖുത്ബുദ്ദീൻ ഐബക്കാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. പക്ഷേ ഐബക്ക് തൻ്റെ കാലത്ത് വെറും ആദ്യത്തെ നില മാത്രമാണ് പണിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അനന്തരവനും അടുത്ത ഭരണാധികാരിയുമായിരുന്ന ഷംസ് ഉദ് ഈൻ ഇൽത്തുമിഷ് ആണ് ശേഷമുള്ള 3 നിലകളും പണി കഴിപ്പിച്ചത്. നമ്മൾ ഇന്ന് ഈ കാണുന്ന 5ാമത്തെ മുകളിൽ കാണുന്ന ഭാഗം അത് ഫിറോസ് ഷാ തുഗ്ലക് എന്ന സുൽത്താനാണ് പിന്നീട് പുനർനിർമ്മിച്ചത് കേട്ടോ. സംഭവിച്ചത് ഒരു പ്രകൃതി ദുരന്തം 1369 ശക്തമായ മിന്നൽ പെയ്യലിൽ മിനാറിൻ്റെ മുകൾ ഭാഗം തകർന്നു. പിന്നീട് തുഗ്ലക് അത് പുതുതായി പണി കഴിപ്പിച്ചു. പിന്നീട് മറ്റൊരു പരുത്ത വസ്തു 1803 മഹാഭൂകമ്പത്തിൽ കുത്തബ് മിനാർ വീണ്ടും കേടായി. ബ്രിട്ടീഷ് ഭരണകാലത്ത് മേജർ റോബർട്ട് സ്മിത്താണ് അതിനെ പിന്നീട് പുനർനിർമ്മാണം ചെയ്തത്.
ഒരിക്കൽ മിനാറിൻ്റെ മുകളിൽ ഒരു ബാൽക്കണി പോലുള്ള പവലിയൻ അദ്ദേഹം സ്ഥാപിച്ചു. എന്നാൽ അത് പിന്നീട് നീക്കം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കുത്തബ് മിനാറിൻ്റെ ആകർഷണം അതിൻ്റെ ഉയരത്തിൽ മാത്രമുള്ളതല്ല, ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെയും ഇന്ത്യൻ ശില്പികളുടെയും സമന്വയത്തിൻ്റെയും ഒരു ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ഈ കുത്തബ് മിനാർ എന്ന് പറയുന്നത്. മിനാറിൻ്റെ ഉയരം 72.5 മീറ്റർ, ഇടിയുടെ വ്യാസം 14 മീറ്ററാണ്. മുകളിൽ 2.7 മീറ്റർ മാത്രമാണ് ഈ നിർമ്മാണത്തിൻ്റെ ശൈലിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ മൊത്തം ശൈലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിക്ക്, റെഡ് സാൻഡ് സ്റ്റോൺ, മാർബിൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് പണി കഴിപ്പിച്ചത്. മിനാറിൻ്റെ ഭിത്തികളിലെ അറബിക് ശിലാലിഖിതങ്ങൾ, ഖുറാനിലെ വാക്യങ്ങൾ, രാജാക്കന്മാരുടെ പ്രശസ്ത വിജയം എന്നിവ എല്ലാം കുറിച്ചിരിക്കുന്നു. ഓരോ നിലയും വ്യത്യസ്ത ഡിസൈനിലാണ് പണിതിരിക്കുന്നത്. 1, 2, 3 നിലകളിൽ ചുവപ്പ് മണൽക്കല്ലും 4, 5 നിലകളിൽ എന്നാൽ ലഘുവായ വെളുത്ത കല്ലുകളും മാർബിളുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുത്തബ് മിനാർ ഒരു ജയം പ്രഖ്യാപിക്കാനുള്ള നിർമ്മാണമാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു കേട്ടോ. 1192 തരൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗൗരി വിജയിച്ചതിൻ്റെ അടയാളമായിട്ടാണ് ഇത് പണിതത്. മറ്റൊരു വാദവുമുണ്ട്, ഇതൊരു മുയുദ്ദീൻ ടവർ ആയിരുന്നു. അതായത് പ്രാർത്ഥനയ്ക്ക് ആളുകളെ വിളിക്കാൻ ഉപയോഗിച്ച മിനാറ്റ് പോലുള്ള വേദി അടുത്തുള്ള കുവാത്തുൽ ഇസ്ലാം മസ്ജിദിലെ നമസ് വിളിക്കുന്നതിനായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കുത്തബ് മിനാർ മാത്രമല്ല, അതിൻ്റെ ചുറ്റും പലയിടങ്ങളിലും അത്ര തന്നെ ശ്രദ്ധേയമായ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. കുവാത്തുൽ ഇസ്ലാം മസ്ജിദ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക് മസ്ജിദാണ്. 27 പഴയ ഹിന്ദു, ജൈന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് പണിതതാണെന്ന് രേഖകൾ പറയുന്നു. അയൺ പില്ലർ, ലോഹ സ്തംഭനം, അതായത് നിങ്ങൾ നേരിട്ട് കാണുന്നൊരു കാര്യം തന്നെയാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ കേട്ടോ. 1600 വർഷത്തിലേറെയായി ക്ഷയം പിടിക്കാത്ത അത്ഭുതം. ചന്ദ്രഗുപ്തൻ്റെ കാലത്ത് പണിത ഈ ഇരുമ്പ് തൂണിൻ്റെ ശാസ്ത്രീയ രഹസ്യം ഇന്ന് ഗവേഷണത്തിൻ്റെ വിഷയമാണ്. അലായി ദർവാസ്, അലായി മിനാർ, അലാവുദ്ദീൻ ഖിൽജി ഇവ പണിയാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കുത്തബ് മിനാറിനേക്കാൾ ഇരട്ടി ഉയരമുള്ളൊരു മിനാർ പണിയണമെന്നാണ് ആഗ്രഹം. പക്ഷേ തൻ്റെ മരണത്തോടെ അത് പകുതി പണി പോലും പൂർത്തിയാകാതെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മദ്രസ അല്ലെങ്കിൽ മന്ദിരാവശിഷ്ടങ്ങൾ, സുൽത്താൻ്റെ ഖബറുകൾ, ഇതൊക്കെ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് ഈ കുത്തബ് മിനാറിൽ. ഇവയൊക്കെ ചേർന്നാണ് കുത്തബ് മിനാർ സമുച്ചയം ഇന്ന് ആഗോള പൈതൃക കേന്ദ്രമായിരിക്കുന്നത്. കുത്തബ് മിനാറിൻ്റെ പരിസര സമുച്ചയത്തിനും 1993 യുനെസ്കോ ലോക പൈതൃക പദവി ലഭിച്ചിട്ടുണ്ട്. ഇത്തരം പദവികൾ ലഭിക്കുന്നതിന് അതിൻ്റെ ആർക്കിടെക്ചറൽ മഹത്വവും ചരിത്രത്തിൻ്റെ ആഴവും പ്രധാന കാരണമാണ് കേട്ടോ. കുത്തബ് മിനാറിലെ രഹസ്യങ്ങളും കൗതുകങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനാറിനുള്ളിൽ 379 പടികളുണ്ടായിരുന്നു. 1974 വരെ ആളുകൾ മുകളിലേക്ക് കയറാമായിരുന്നു. ശേഷം ഒരു വലിയ അപകടം നടന്നതോടെ പൊതുജനങ്ങൾക്ക് പ്രവേശനം പൂർണ്ണമായി വിലക്കുകയായിരുന്നു ചെയ്തത്. കുത്തബ് മിനാർ ഒരിക്കലും വലിഞ്ഞു നിൽക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ശാസ്ത്രീയ പ്രതിഭ. അതിൻ്റെ തരംതിരിച്ച രൂപകൽപ്പന വൻ കാറ്റിനെയും ഭൂകമ്പത്തെയും ചെറുക്കുന്നു എന്നുള്ള രീതിയിലാണ് കുത്തബ് മിനാർ പണിഞ്ഞിരിക്കുന്നത്. കുത്തബ് മിനാർ ഇന്ത്യയുടെ ഒരു കെട്ടിട സംഘടന മാത്രമല്ല, ഇത് ഇന്ത്യയുടെ സംസ്കാരപരമായ പൈതൃകത്തിൻ്റെ അനശ്വര പ്രതീകമാണ്. രാജവംശങ്ങളുടെ ഉയർച്ചയും വീഴ്ചയും മതങ്ങളുടെ സഹവാസവും കലാസ്വാതന്ത്ര്യത്തിൻ്റെ ഉയർന്ന പടിവുകളും ഇതിൽ പതിഞ്ഞു കിടക്കുന്നു. ഒരു മനുഷ്യൻ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ചരിത്രത്തെ സ്പർശിക്കുന്ന ഒരു അനുഭവമാകും ഇത്. ഓരോ കാഴ്ചകളും കണ്ടുവരുമ്പോൾ ഇതിനകത്തിൽ ഒത്തിരിയധികം ഡിഫറൻസുകൾ കാണാൻ കഴിയും. എന്നാൽ സെൻട്രൽ പോയിൻ്റായിട്ട് നിൽക്കുന്നത് കുത്തബ് മിനാർ തന്നെയാണ്. ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ ഒരു തണൽ മരം കാണാം. അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടമുണ്ട്. പക്ഷേ അതിന് നല്ല വെയിലാണ് കേട്ടോ അവിടെ അടിക്കുന്നത്. ആളുകൾ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം. ഞങ്ങളും ഒരു ഫോട്ടോയൊക്കെ എടുത്തു. കല്ലിട്ട വഴികൾ, ഇത് പണ്ടെപ്പോഴോ നമ്മൾ എവിടേക്കോ കണ്ടതായിരിക്കാം. ടിപ്പു സുൽത്താൻ്റെയൊക്കെ കൊട്ടാരങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കല്ലിട്ട വഴികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇവിടെയും കല്ലിട്ട വഴികൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടുന്ന് ഏക്കർ കണക്കിന് സ്ഥലം അപ്പുറത്തോട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു വാട്ടർ ടാങ്ക് ആണെന്ന് തോന്നുന്നു അവിടെ ആ ഒരു ഉയർന്ന രീതിയിൽ സ്ഥിതി ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ കല്ലിട്ട വഴിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ, ഈ വഴിയിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം, ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കാല് തെന്നിക്കഴിഞ്ഞാൽ തലയടിച്ച് വീഴും കേട്ടോ. എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് കുത്തബ് മിനാറിനെ കാണാൻ കഴിയും. അത് സെൻട്രൽ പോയിൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള കൊട്ടാരങ്ങളും ബാക്കിയുള്ള ഭിത്തികളും മതിലുകളും ഒക്കെ പണിതിരിക്കുന്നത്. ഇവിടെ ഓരോ ക്ലീനിങ്ങിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര വൃത്തിത്തോടെ കിടക്കുന്നു. പിന്നെ പുല്ലൊക്കെ വെട്ടിയിട്ടിരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് തണുപ്പുണ്ട്. എന്നാൽ അത് മാത്രമല്ല, അവിടെ വെയിലും
അടിക്കുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ. ഇതെനിക്ക് തോന്നുന്നു ഒരു ഒളിത്താവളം പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെൻറ്റ് ഏരിയ പോലെ എന്തെങ്കിലും ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇതിന് ഒരു പ്രത്യേക കാഴ്ച ഭംഗി തന്നെയാണ്. ഇതൊരു കവാടമാണ്, ഇതിനകത്തൂടെ കയറി നമുക്ക് കടന്നു പോകാം. അങ്ങനെ മുമ്പോട്ട് വരുമ്പോഴാണ് ഈ പണിഷ്മെൻ്റ് എന്ത് ഏരിയ ആണെങ്കിൽ പോലും അവിടെയൊക്കെ സുഖമായി കിടന്നുറങ്ങുന്ന നായ്ക്കളെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാനുണ്ട്. ഈ ഒരു റൈറ്റിലേക്ക് പോകുന്നത് മോസ്കാണ്, ലെഫ്റ്റിലേക്ക് പോകുന്നത് മോസ്കാണ്. ഇവിടെയും നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഡിസൈൻ ഒന്നും പറയാൻ പറ്റത്തില്ല, ഇവിടെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, നല്ല മരങ്ങളൊക്കെ വെച്ചിട്ട് കേട്ടോ. ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. ഈ ബോർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ മുന്നിലോട്ട് പോയ വാഷ്റൂം, പിന്നെ മേജർ സ്മിത്ത്, കപ്പോള, സാൻഡർസൺസ് അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ആളുകളുടെ പേരുകളും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അവർ ഇതിനകത്തിൽ നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനും ഈ ഒരു ചരിത്രത്തെ ഇങ്ങനെ തന്നെ നിലനിർത്താനൊക്കെ അവരും സഹായിച്ചിട്ടുണ്ട്. അവർക്കും വില ഇതിനകത്ത് കൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള നല്ല രീതിയിൽ തന്നെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. പല കൊത്തുപണികളും പല ബോർഡേഴ്സും ഒക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് വലിയൊരു കൺസേൺ. ഇതൊക്കെ ഇങ്ങനെ തന്നെ നിലനിർത്താൻ തന്നെ ഒത്തിരിയേറെ പാടുപെടുന്നുണ്ടാവും. ഇതൊക്കെ തടിപ്പലകൾ വെച്ചുണ്ടാക്കിയിരിക്കുന്ന സ്റ്റെപ്സാണ്. അറൗണ്ട് 300+ ഓഫ് സ്റ്റെപ്സ് ഉണ്ടെന്നാണല്ലോ നമ്മൾ ആദ്യം തന്നെ ഇതിനകത്ത് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ കൊത്തുപണികൾ കണ്ടോ? കൊത്തുപണികൾ മുഴുവൻ ഏതൊരു രീതിയിൽ നിന്നും വെട്ടമടിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് പ്രകാശം അല്ലെങ്കിൽ ആ പ്രകാശം അകത്തേക്ക് എത്തേണ്ട രീതിയിൽ തന്നെയാണ് ഇത് ഓരോന്നും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ എങ്ങനെയാണ് ഈ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത് നമുക്കൊരു പിടുത്തവുമില്ല. പക്ഷേ എന്നിരുന്നാലും നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല നല്ല തണുപ്പ് ഫീലാണ് കേട്ടോ ഇതിനകത്തുള്ളത്. അപ്പം നമുക്കിനി കുറച്ച് മുമ്പോട്ടുകൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം അപ്പുറത്ത് എന്താണ് ഉള്ളതെന്നുള്ളത്. ഇവിടെ ഒരു കിണർ രൂപത്തിൽ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് വെള്ളം സ്റ്റോറേജ് ചെയ്തിരുന്നതെന്നും അല്ലെങ്കിൽ വെള്ളം നിറച്ചിരുന്നതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഇത് അതിനുള്ള കുഴിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിന്ന് നല്ല ഡേഞ്ചറസ് എഫക്റ്റാണ് ഇവർ കാണിക്കുന്നത്. ഈ കുഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും തന്നെ ഇല്ല പിടിച്ച് കയറ്റാനായിട്ട്. അതിന് തന്നെ ഒത്തിരിയധികം കഷ്ടപ്പെടേണ്ടി വരും. ഇവിടെ എല്ലാത്തിനെയും ചുറ്റുവട്ടവും ഇതുപോലൊരു ഫലകത്തിൽ അല്ലെങ്കിൽ ഒരു പലക പോലെ ഇതിനകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രങ്ങൾ എന്താണെന്നും ഏതൊക്കെ രീതിയിൽ ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞങ്ങൾ ഇതുപോലെ നടന്ന് വേറെ റൂട്ടിലൊന്നും മുമ്പോട്ട് പോയില്ല. കാരണം ഞങ്ങൾ ഇവിടെയൊക്കെ ചുറ്റുവട്ടം നടന്ന് 2 ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ആ കാണുന്ന ചെറിയ കവാടത്തിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള അജണ്ട. ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിൽ തന്നെ ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഈ കല്ലുകൾ കൊണ്ടാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊക്കെ എത്രത്തോളം ആളുകൾ ചേർന്നിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കൗണ്ടൊക്കെ അറിയില്ല. ഇതൊക്കെ പണ്ട് ഈജിപ്തിൽ പിരമിഡുകൾ പണിയിച്ച പോലെ ആരെങ്കിലും ഇത്രയും ആളുകളെയൊക്കെ പിടിച്ചു നിർത്തി പണിയിപ്പിച്ചതാണെന്ന് വേണേൽ നമുക്ക് കരുതാം. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഒരു പിരമിഡ് സെറ്റപ്പിലുള്ള ഒരു കാഴ്ച കണ്ടത്. അങ്ങോട്ടൊന്നും പ്രവേശനമില്ല കേട്ടോ, എന്താണെന്നറിയില്ല. പോട്ടെ, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റോഡിൽ കൂടെ കണ്ട് കുറച്ച് മുമ്പോട്ട് യാത്ര ചെയ്തു. മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു മരത്തെ നശിപ്പിക്കാതെ അവർ അത് ചേർത്ത് മതിൽ കെട്ടിയിരിക്കുന്നത് കണ്ടോ. ഇവിടെ ഈ അടച്ചിട്ടിരിക്കുന്നത് ഒരു വലിയൊരു പറമ്പ് പോലെ ഒരു ഏരിയ ആണ്. അവിടെ ഫുള്ള് കാട് പോലെ വളർന്നു കിടക്കുകയാണ്. ഇതാരും നോക്കുന്നില്ല. പക്ഷെ അതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ് ആ ഗേറ്റിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതെല്ലാ കാഴ്ചകളും കണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇല്ലുമ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നിരിക്കുന്ന കോയിൻ തിരിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് പറ്റത്തുള്ളൂ. അത് കാഴ്ചകൾ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് കണ്ട് പിന്നെയും കല്ല് പാകിയ വഴിയിൽ കൂടെ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മളെ കാത്ത് ടാക്സിക്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. നമ്മൾ രാവിലെ കണ്ട ആ കൗണ്ടറിലേക്ക് വന്ന് എത്തി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മുഴുവൻ ജനത്തിരക്കാണ്. ആ ജനത്തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ പെട്ടുപോകാതെ രാവിലെ തന്നെ വന്ന് കാഴ്ചകൾ കാണാൻ പറ്റിയത് വളരെ ആശ്വാസകരമാണ് നമുക്ക് പറയാം. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കാഴ്ചകൾ കണ്ട് അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ ടാക്സി കിടക്കുന്ന ഏരിയയിലേക്ക് വന്നു. എൻ്റെ ഡ്രൈവർ അവിടെ ഞങ്ങളെ കാത്ത് കിടപ്പുണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. അപ്പം ബൈ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.